ഹായ് ഗായ്സ്, ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ നല്ല മഴയാണ് രാവിലെ. ആക്ച്വലി ഇന്നലെ വൈകിട്ട് ഡിന്നറിന് ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ പുലാവാണ്. അപ്പം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വൺ പോട്ട് റെസിപ്പിയാണ്, വളരെ സിമ്പിളാണ്. ഒന്ന് രണ്ട് സ്റ്റെപ്സിനുള്ളിൽ നമ്മുടെ ക്വിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിന്നറാണ്. അപ്പം വീഡിയോ കാണാം. സോ ഗായ്സ്, നമ്മുടെ ചിക്കൻ പുലാവിനുള്ള ഉള്ളിയും തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഹോൾ സ്പൈസസ് ഉണ്ട്, പിന്നെ പുതിനയിലയും മല്ലിയിലയും പച്ചമുളക് കൂടെ അരച്ചെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് തൈര് എടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അരി വേണമെങ്കിൽ നമുക്ക് അരമണിക്കൂർ സോക്ക് ചെയ്തെടുക്കാം. പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ കഴുകി മാറ്റി വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുക്കർ എടുത്തു, ഓയിൽ ഹീറ്റ് ചെയ്തിട്ട് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരട്ടെ. അന്നേരത്തേക്കിന് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വിട്ടുപോയതാണേ കാണിക്കാൻ. ഇനിയിപ്പം ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ പരുവത്തിൽ നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കിന് നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയും മല്ലിയിലയും കൂടെ അരച്ച് വെച്ചത് ഇതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് പൊടികളൊക്കെ ഇടാം. പെട്ടെന്നുള്ള പരിപാടിയാണ് കേട്ടോ. മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഇടുന്നുണ്ട്. ബിരിയാണി മസാലയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പുലാവ് മസാലയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു 1/2 ടീസ്പൂൺ ഇടാം. ഞാൻ ഇട്ടില്ലെങ്കിലും ടേസ്റ്റാണ് കേട്ടോ, അതിന് ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ എണ്ണയൊന്ന് വിട്ട് വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തൈരൊന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർക്കണം. ഞാൻ വിട്ടു പോയതാണ്. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ ലംസ് പോലെ കിടക്കില്ല കേട്ടോ. ഇതിൻ്റെ എണ്ണയൊന്ന് മേളിൽ വിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് ഒരു 2-3 മിനിറ്റ്സ് അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിനോടൊപ്പം തന്നെ കഴുകി വെച്ച് അരി ഇടുന്നുണ്ട്. അത് വളരെ സിമ്പിൾ. വൺ പോട്ട് റെസിപ്പിയാണ്. ഞാൻ ഡിന്നറിന് ഇതായിരുന്നു. ഇതും സലാഡും കൂടെ ആയിരുന്നു പെയർ ചെയ്തത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പെട്ടെന്ന് സമയമില്ല, പെട്ടെന്ന് നമുക്ക് ഡിന്നർ ഒപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ നെഗയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഇതിപ്പോൾ ഞാൻ അരി സോക്ക് ചെയ്യാത്തതുകൊണ്ട് 2 വിസിലടിച്ച് 3ാമത്തെ വരാറാകുമ്പോഴത്തേക്കിന് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ആ ആവിയിലിരുന്ന് കുക്കായിക്കോളും. ബാക്കി പ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരാമേ. കണ്ടോ, സൂപ്പറാണ്. ഓരോ അരിയിലും ആ മസാല എല്ലാം പിടിച്ച് സൂപ്പറായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് ഞാൻ ഹൈപ്പ് ചെയ്യുന്നതല്ല. ചില റെസിപ്പീസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് അതിൻ്റെ ഇമ്പാക്റ്റ് അടിപൊളിയാണ്. അതിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും നല്ല സൂപ്പറായിട്ട് വരും. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. ആ സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് ഈ റെസിപ്പി ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് ഞാൻ എപ്പോഴും ആക്കുന്നതാണ്, ബട്ട് സ്റ്റിൽ അടിപൊളിയാണ്. കണ്ടോ, ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഞാൻ ആക്ച്വലി കുറച്ച് ബാക്കി വന്നാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ച് വെച്ചതാണ്. ബട്ട് ഇവിടെ എൻ്റെ 2 കുട്ടികളും ഹസ്ബൻഡും കൂടെ ചേർന്നിട്ട് കുക്കർ എടുത്തിട്ടിരുന്നിട്ടാണ് അവരത് ഫിനിഷ് ഓഫ് ചെയ്തത്. അത്രയ്ക്ക് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.